പഹൽഗാം ഭീകരാക്രമണം രാഷ്ട്രത്തിനേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു. ഇന്ത്യൻ സൈന്യം കൃത്യവും നിർണായകവുമായ തിരിച്ചടി അതിന് നൽകുകയും ചെയ്തു. ഒരു നിരപരാധിയെപ്പോലും ഉപദ്രവിക്കാതെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടു. ഇതൊരു വെറും പ്രതികരണം മാത്രമായിരുന്നില്ല. ഭീകരവാദത്തിന് താവളമൊരുക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടാനാവില്ലെന്ന വ്യക്തമായ സന്ദേശമായിരുന്നു. പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ സൈനിക ശേഷി അത്ഭുതപൂർവമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഭിലാഷ പദ്ധതി പ്രകാരം ദിവ്യാസ്ത്ര ബാറ്ററി, ഭൈരവ് ബറ്റാലിയൻ, ശക്തിബാൻ റെജിമെന്റ് എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കികൾ ആധുനിക വൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ദിവ്യാസ്ത്ര ബാറ്ററിയും ശക്തിബാൻ റെജിമെന്റും രൂപീകരിച്ചുകൊണ്ട് പീരങ്കി യൂണിറ്റുകൾ പുനർരൂപകൽപ്പന ചെയ്യുകയാണ്. ദിവ്യാസ്ത്ര ബാറ്ററിയിൽ ആധുനിക പീരങ്കി തോക്കുകളും യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടും. ആദ്യഘട്ടത്തിൽ അത്തരം 5 ബാറ്ററികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ശക്തിബാൻ റെജിമെന്റ്. ഈ റെജിമെന്റിൽ പരമ്പരാഗത തോക്കുകൾക്ക് പകരം ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും മാത്രമേ ഉപയോഗിക്കൂ. ആദ്യഘട്ടത്തിൽ 3 ശക്തിബാൻ റെജിമെന്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ 2 യൂണിറ്റുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ ഫയർ പവർ വർദ്ധിക്കുകയും ഒപ്പം തന്നെ ആധുനിക യുദ്ധത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുകയും ചെയ്യും. മറ്റൊന്ന് ഭൈരവ് ബറ്റാലിയൻ. വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ഇത് നടപ്പാക്കുന്നത്. അതിർത്തികളിലെ ശത്രുക്കളുടെ അവസാനം തന്നെയാണിത് നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെക്കുന്നത്. ഭൈരവ് ബറ്റാലിയന്റെ രൂപത്തിൽ ഇന്ത്യൻ സൈന്യം ഒരു ലൈറ്റ് കമാൻഡോ യൂണിറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേക സേനയെയും കാലാൾപ്പട യൂണിറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കും. ആദ്യഘട്ടത്തിൽ 5 ഭൈരവ് ബറ്റാലിയനുകളാണ് സ്ഥാപിച്ചത്. വരും നാളുകളിൽ ഇവ 20 ഉയർത്തും. ശത്രുവിനെ അത്ഭുതപ്പെടുത്താൻ സഹായിക്കുന്ന കനത്ത ആയുധങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഈ യൂണിറ്റുകൾ വേഗതയേറിയതും കൃത്യവും ഒപ്പം തന്നെ പെട്ടെന്നുള്ളതുമായ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂടാതെ സൈന്യത്തിന്റെ ഓരോ കാലാൾപ്പട ബറ്റാലിയനിലും ഒരു ഡ്രോൺ പ്ലാറ്റൂൺ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഈ പ്ലാറ്റൂണുകൾക്ക് നിരീക്ഷണത്തിനും ആക്രമണ പ്രവർത്തനങ്ങൾക്കും പ്രാപ്തി ഉണ്ടാകും. ഇനിയാണ് രുദ്ര ബ്രിഗേഡ്. ഓൾ ആം സ്ട്രൈക്ക് ഫോഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിനു ശേഷം രുദ്ര ബ്രിഗേഡിന്റെ രൂപീകരണ പ്രക്രിയ കൂടുതൽ ത്വരിതപ്പെടുത്തി. ഇതുവരെ 2 കാലാൾപ്പട ബ്രിഗേഡുകളെ ഓൾ ആംസ് രുദ്ര ബ്രിഗേഡാക്കി മാറ്റി. കാലാൾപ്പട, യന്ത്രവൽകൃത കാലാൾപ്പട, ടാങ്കുകൾ, പീരങ്കികൾ, പ്രത്യേക സേന, ആളില്ല വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജിത പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ബ്രിഗേഡുകൾ. ഏത് സാഹചര്യത്തിലും ഇന്ത്യൻ സൈന്യത്തിന് നിർണായക നേട്ടം നൽകാൻ ഈ സംയോജിത പോരാട്ട ശക്തി സഹായിക്കും. പ്രത്യേകിച്ച് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. ചൈനീസ് ആയുധങ്ങളുടെ ശക്തിയിൽ ഇന്ത്യക്കെതിരായ സൈനിക തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ ശക്തമാക്കുകയാണ്. ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലൂടെയാണ്. ചൈന തങ്ങളുടെ സൈനിക ഘടന കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സൈനിക മേഖലകളെ 5 തിയേറ്റർ കമാൻഡുകളായി പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡാണ് നിയന്ത്രിക്കുന്നത്. ചൈന തങ്ങളുടെ പല സൈനിക വിഭാഗങ്ങളെയും സംയോജിത സായുധ ബ്രിഗേഡുകളായി രൂപാന്തരപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ 2 രാജ്യങ്ങളുടെയും സംയുക്ത വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം അതിൻ്റെ തന്ത്രവും സാങ്കേതിക വിദ്യയും കൂടുതൽ നവീകരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ പുതിയ മാറ്റങ്ങൾ.